ഇന്നിപ്പോൾ ഇ.പി. ജയരാജന്റെ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പി.വി. അൻവർ അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് അത്തരത്തിലൊരു പരാമർശം വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആ പരാമർശത്തെ കാണുന്നത്? അല്ല, അത് വളരെ വ്യക്തമായി ഇപ്പോൾ ഞാൻ മോർണിംഗ് ഷോയിൽ അരുണിനോട് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രിയുടെ ആഫീസ്, പി ശശി, മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ്, ഇവിടെ ഈ മണ്ഡലത്തിൽ ഇന്ന് വലിയ മുന്നേറ്റം നടക്കുകയാണ്. N.K. സുധീർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായത്തും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഭൂരിപക്ഷ സമുദായം സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, BJP പ്രവർത്തകർ പോലും പറയുന്നത് പിണറായിസത്തിനെതിരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എന്തായാലും ജയിക്കാൻ കഴിയില്ല, പിണറായിസത്തെ പരാജയപ്പെടുത്താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുധീറിന് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള അടിയൊഴുക്ക് CPM-ന് സംഭവിക്കുകയാണ്. ഞാൻ 50% വോട്ട് CPM-ൻ്റെ ചോരുമെന്ന് പറയുന്നത് എൻ്റെ കണക്കുകൂട്ടലുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടിനെങ്കിലും തടഞ്ഞു നിർത്തണമെങ്കിൽ എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കണം. അതും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇ.പി. ജയരാജൻ തന്നെ പറഞ്ഞു എന്ന് പറയിക്കാൻ DC ബുക്സിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ പറഞ്ഞ് അവരുണ്ടാക്കിയ ഒരു സ്റ്റോറിക്കപ്പുറം ഇതിലൊരു അടിസ്ഥാനമില്ല. അതൊന്നും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ചേലക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ച് പി.വി. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്നും അത് സത്യമാണെന്നും ഈ നാടിൻ്റെ ഈ അവസ്ഥക്ക് കാരണം ഈ പൊളിറ്റിക്കൽ നെക്സസ് ആണെന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ പൊളിറ്റിക്കൽ നെക്സസിനെതിരെയുള്ള വോട്ടാണ് ഇവിടെ വീഴുന്നത്. ഇതിൽ ഇ.പി. ജയരാജനെ ഒറ്റുകൊടുക്കാൻ CPM-നകത്ത് തന്നെ ശ്രമം നടക്കുന്നു എന്നുള്ള അത്തരത്തിലൊരു ആരോപണമുണ്ടോ? ആരോപണമല്ല, അതൊരു വാസ്തവമാണ്. ഇ.പി. എങ്ങനെയാണ് പുറത്തു പോയത്? വഴിയെ പോകുന്ന BJP-യുടെ ഒരു മന്ത്രി വീട്ടിൽ കയറി ചായ കുടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയത്. ആരാ പുറത്താക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സ്ഥിതി എന്താ? ഇവിടെ പൂരം കലക്കിച്ച് RSSൻ്റെ കൂട്ടിൽ കിടന്നുറങ്ങുക അദ്ദേഹം. ADGP അജിത് കുമാറിനെ വെച്ചുകൊണ്ടാണ് പൂരം കലക്കിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP-ക്ക് വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഒരു പാർലമെൻറ്റ് മെമ്പറെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്. ആ നേതാവാണ് വഴിയെ പോകുന്ന ഒരു മന്ത്രി അവിടെ കയറി ചായ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ, അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് ഭയപ്പെടുന്നത് മുഖ്യമന്ത്രിയും റിയാസുമാണ്. താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഇ.പി. തന്നെ കുറിച്ച് അങ്ങനെ പറയില്ല, ഇത്തരത്തിലൊരു പരാമർശം നടത്തില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, DMK-യുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് ചില നേതാക്കൾ DMK-യുമായി സഹകരിക്കും, അതൊന്നും ഇ.പി. ആണോ? അല്ല, അങ്ങനെയൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല. കണ്ണൂരിൽ നിന്ന് ഒരു നേതാക്കളല്ല, പല നേതാക്കളും എന്നോട് വ്യക്തിപരമായി ബന്ധപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ബന്ധപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ വസ്തുതകൾ മനസ്സിലായിട്ടുണ്ട്. ഇദ്ദേഹത്തെയും വെച്ചുകൊണ്ട് ഇനിയും അദ്ദേഹം 3ാമത് മത്സരിക്കാനാണ് തീരുമാനം എന്നറിയുന്നത്. ആര്? പിണറായി. അപ്പോൾ അദ്ദേഹത്തെയും വെച്ചുകൊണ്ടുള്ളൊരു രാഷ്ട്രീയത്തിൽ CPM-ന് നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് നേതാക്കളും ആയിരക്കണക്കിന് അണികളും ഈ കാര്യങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഞങ്ങൾ അതിശക്തമായ സമരപരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോവുകയാണ്. മലയോര മേഖലയിലെ മനുഷ്യൻ നേരിടുന്ന വന്യമൃഗശല്യത്തിനെതിരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ ഡിസംബർ 2nd വീക്കിൽ ഞങ്ങൾ വലിയ ജാഥ ആരംഭിക്കുകയാണ്. ഞങ്ങൾ വെറുതെ ഇരിക്കാനല്ല തീരുമാനം. അപ്പം രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ സർഫാസി ആക്ട് ജനങ്ങളെ കൊലവിളിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ സമരമുണ്ട്. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ്മോർട്ടം സിസ്റ്റം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം ഇപ്പോഴും നടക്കുന്നത്. ആധുനിക സംവിധാനങ്ങളും എല്ലാം വന്നിട്ട് അതിലൊരു മാറ്റമില്ല. ഈ 3 വിഷയങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ കാസർഗോഡ് ടു ട്രിവാൻഡ്രം CPM ഒരു ഉപജാപക സംഘത്തിൻ്റെ കയ്യിലേക്ക് പോയോ? അല്ല, ഉപജാപക സംഘത്തിൻ്റെ മാത്രം കയ്യിലാണല്ലോ. ആ ഉപജാപക സംഘം എന്ന് പറയുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബവും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാർ മാത്രമാണ്. അല്ലാതെ ഒരു വലിയ സംഘമൊന്നുമല്ലത്. വളരെ ലിമിറ്റഡായ സംഘം ഇവിടുത്തെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരെ പോലും മറികടന്നുകൊണ്ട് മുന്നോട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ആവശ്യം റിയാസിനെ മുഖ്യമന്ത്രിയാക്കണം. റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതാണല്ലോ ചേലക്കരയിലൊക്കെ കാണുന്നത്. CPM-ൻ്റെ ഒറ്റ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരില്ലല്ലോ. എന്തുകൊണ്ടാണ് റിയാസ് ഇവിടെ വന്നത് നിയന്ത്രിക്കുന്നത്? ഈ ഉദ്ദേശത്തിൽ തന്നെയാണ്. താങ്കൾ നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ, അതായത് CPM-ന് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ കൂടുതൽ വെളിച്ചത്തേക്ക് വരികയാണോ ഇപ്പോൾ ചെയ്യുന്നത്? അല്ല, വാസ്തവം ഇനിയും പലതും വരും. ഞാനാകെ 25% കാര്യം പറഞ്ഞിട്ടുള്ളൂ. മറ്റത് ഞാൻ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ കാര്യങ്ങളുടെ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊന്നും തീരട്ടെ. എല്ലാം കൂടെ തെളിവ് കൊടുത്തിട്ട് നശിപ്പിക്കണ്ടല്ലോ. ഇ.പി.യുടെ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, 1ാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് വളരെ ദുർബലമാണ് 2ാം പിണറായി സർക്കാർ എന്നുള്ളത്. അത് താങ്കളുടെ കൂടി ആരോപണമാണ്. അല്ല, അതിപ്പോൾ ഇ.പി. പറയുന്നതല്ലല്ലോ, ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. അതിപ്പോൾ ഇ.പി. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് വസ്തുതാപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനേ 23-ാം തീയതി ഒരു ഉച്ചയാകുമ്പോഴേക്ക് നമുക്കറിയും എങ്ങനെയുണ്ട് പിണറായിൻ്റെ ഭരണമെന്ന്. ഇപ്പോൾ പുസ്തകത്തിൽ വന്നിരിക്കുന്ന പരാമർശങ്ങൾ കുറേയൊക്കെ വസ്തുത ഉള്ളതാണ്. അല്ല, എനിക്കറിയില്ല, ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല.
ഏതായാലും EP അത്തരത്തിലൊരു പുസ്തകത്തിൽ തനിക്കെതിരെ അത്തരത്തിലൊരു പരാമർശം നടത്തില്ല എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പുറത്തു വന്നിരിക്കുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട്. അതായത് രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ CPM ചില ഉപജാപക സംഘത്തിൻ്റെ കൈകളിലേക്ക് പോയി നടക്കമുള്ള കാര്യങ്ങൾ ചില വസ്തുതകൾ ഉണ്ട് എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ ചേലക്കര.